ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അശ്വർ CMA മലയാളം. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചുള്ള കുറച്ച് ഇല്ലസ്ട്രേഷൻസ് ഇതിന് മുമ്പുള്ള വീഡിയോസിലും ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തിയറിയും നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി ഇല്ലസ്ട്രേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വലിയ ലാഗിങ് ഒന്നും ഇല്ലാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇല്ലസ്ട്രേഷൻ 20 പേജ് നമ്പർ 258 CMA ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പിലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളതിൻ്റെ FMലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ഇല്ലസ്ട്രേഷൻ 20 പേജ് നമ്പർ 258 ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ബാലൻസ് ഷീറ്റ് നമുക്ക് കമ്പനിയുടെ 2 ഇയർ എൻഡിങ്ങിലെ ബാലൻസ് ഷീറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെയർ സോൾഡ് ഡ്യൂറിങ് ദ ഇയർ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹15,000. ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡ് ചെയ്താൽ എത്ര രൂപയ്ക്കാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡ് ചെയ്തപ്പോൾ നമുക്കൊരു 15,000 പ്രോഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ പ്രോഫിറ്റ് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോഫിറ്റിൻ്റെ ബാലൻസും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് റൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ബാലൻസ് ഫിഗർ കിട്ടുന്നത് മിക്കവാറും നമുക്ക് സെയിൽ ചെയ്ത എമൗണ്ടിൻ്റെ എത്ര രൂപയ്ക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തതെന്നുള്ള പ്രൈസ് ആയിരിക്കും. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ഡ്യൂറിങ് ദ ഇയർ ദ ഓൾഡ് മെഷീൻ കോസ്റ്റിംഗ് ₹80,000 വാസ് സോൾഡ് ഫോർ ₹36,000. ഇറ്റ്സ് റിട്ടേൺ ഡൗൺ വാല്യൂ വാസ് ₹45,000. നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ 45,000 ആണ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ അസറ്റ് കോസ്റ്റ് പ്രൈസിലൊന്നും അല്ല നമുക്ക് തന്നിരിക്കുന്നത്, റിട്ടേൺ ഡൗൺ വാല്യൂവിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. സോ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ എമൗണ്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അതായത് മെഷീൻ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ 45,000 രൂപ റിട്ടേൺ ഡൗൺ വാല്യൂ ഉണ്ടായിരുന്നത് 36,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് 20% ഓൺ ദി ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസിൻ്റെ 20% ആണ് നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഒക്കെ ബാലൻസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ആ ഓപ്പണിംഗ് ബാലൻസിന് 20% എടുത്ത് P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിച്ചാൽ മതിയായിരിക്കും. പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്താൽ മതിയായിരിക്കും. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ദർ വാസ് നോ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അവിടെ പർച്ചേസ് ചെയ്തിട്ടുമില്ല, സെയിൽ ചെയ്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബാലൻസ് വരിക എന്നുണ്ടെങ്കിൽ ആ ബാലൻസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് അവർ എടുത്തു പറഞ്ഞത് പർച്ചേസും ഇല്ല സെയിലും ഇല്ല. അപ്പം നമുക്കിനി വരാവുന്ന പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഡിപ്രീസിയേഷനാണ്. സോ ഇനി വരുന്ന ബാലൻസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡിപ്രീസിയേഷൻ ആയിരിക്കും. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ വാസ് ₹96,000. 96,000 ആണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സ് ഈ വർഷം നമ്മൾ പേ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. പേ ചെയ്തിട്ടില്ല, പ്രൊവിഷനായിട്ട് വന്നേക്കണേന്ന് പറഞ്ഞു. സോ P&L അക്കൗണ്ട് ബാലൻസ് ആണ് 96,000. അപ്പം നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം എത്ര രൂപയാണ് നമ്മൾ ഈ ഇയറിൽ ടാക്സ് ആയിട്ട് പേ ചെയ്തതെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. സോ അതിൻ്റെ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ദെൻ പ്രിഫറൻസ് ഷെയർസ് വെയർ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ ഓഫ് ക്യാഷ് ഡ്യൂറിങ് ദ ഇയർ. നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ക്യാഷ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫസ്റ്റ് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2016. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ AS പറഞ്ഞിരുന്നല്ലോ, AS 3 പ്രകാരമാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഹെഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമുക്ക് പല രീതിക്ക് നമുക്കിതിനെ ഇതിൻ്റെ അവസാനം നെറ്റ് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ്, നെറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ന് പറയുന്ന ഐറ്റം കണ്ടുപിടിക്കാം. നമുക്ക് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു, നമുക്ക് P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ചിട്ട് നമുക്കൊരു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അവസാനം റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ഫോളോ ചെയ്താലും മതി. പക്ഷെ ഞാനതാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുമ്പോൾ ടെക്സ്റ്റിലെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. സോ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബാലൻസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നമുക്ക് 2015 2,10,000 ഉണ്ട്, 2016 3 lakh ഉണ്ട്. വിച്ച് മീൻസ് 90,000 നമ്മൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു. അതായത് 15 വെച്ച് നോക്കുമ്പോൾ 16 ഒരു 90,000 പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു. സോ പ്രോഫിറ്റ് നമുക്ക് ആ 90,000 കാണിക്കാം. അതായത് നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റ്, അതായത് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുകയില്ല, നമ്മൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 90,000 കാണിക്കാം. ദെൻ നമുക്ക് എന്തെങ്കിലും ട്രാൻസ്ഫറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവിഡൻഡ് പേയ്മെൻറ്റോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം.
നമുക്ക് നോക്കുമ്പോൾ ലൈബിലിറ്റി സൈഡ് ഫസ്റ്റ് അനലൈസ് ചെയ്യാം. ലൈബിലിറ്റി സൈഡ് നോക്കുമ്പോഴത്തേക്കും ജനറൽ റിസർവ് ഒരു 1,20,000 ഉണ്ടായിരുന്നു ഓപ്പണിങ്ങിൽ. ക്ലോസിങ്ങിൽ അത് 1,45,000 ആയി. വിച്ച് മീൻസ് 25,000 റിസർവ് നമ്മൾ ഈ വർഷം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് എപ്പോഴും റിസർവ് ക്രിയേറ്റ് ചെയ്യുക. സോ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ 25,000 നമ്മൾ ആഡ് ചെയ്യാം. ആഡ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എന്നാണ് ഹെഡിങ്. സോ നോൺ ക്യാഷ് ഐറ്റം നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആണ് എന്ത് ജനറൽ റിസർവ്. സോ ആ 25,000 ആഡ് ചെയ്യാം. ദെൻ നമുക്ക് പിന്നെ നമ്മൾ ലൈബിലിറ്റി സൈഡ് നോക്കുമ്പോഴത്തേക്കും ഡിബെഞ്ചർ ഉണ്ട്. ഡിബെഞ്ചർ ഒരു 11% ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 lakh ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും 3 lakh ഉണ്ട്. സോ ഇതൊരു ഹിഡൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സോ ഡിബെഞ്ചറിൻ്റെ 11% ഇൻട്രസ്റ്റ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ആയ 3 lakh റുപ്പീസിന് 3 lakhൻ്റെ 11% നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യണം. അതൊരു ഹിഡൻ ആയിട്ടുള്ള ഐറ്റം ആണ്. സോ നമ്മൾ 3 lakhൻ്റെ 11% എന്ന് പറയുമ്പോൾ 33,000 ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മളിതിനെ ചെക്ക് ചെയ്യുമ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സ് ലൈക്ക് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് പോലെ തന്നെയാണ്. ഈ വർഷം നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലാണ് പേയ്മെൻറ്റ് കൊടുക്കുക. സോ നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സ് കറണ്ട് ഇയറിൽ 1,05,000 ആണ്. അപ്പോൾ 1,05,000 സോറി, നമ്മൾ ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സ് അങ്ങനെയല്ല കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ വാസ് ₹96,000 എന്ന് നേരിട്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ 5th പോയിന്റിൽ തന്നിട്ടുണ്ട്. സോ അത് പി ആൻഡ് അക്കൗണ്ടിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ട പ്രൊവിഷനാണ്. അപ്പം നമുക്ക് അങ്ങനെ വേറെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കൺസിഡർ ചെയ്ത പോലെ ചെയ്യേണ്ട. പക്ഷെ നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കൺസിഡർ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഏത് സാഹചര്യത്തിലാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിൽ പേ ചെയ്തതായിട്ടാണ് കാണിക്കുക. ഇവിടെ നമ്മളോട് എടുത്ത് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ട, അത് പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് ആ 96,000 ആഡ് ബാക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഐറ്റം എന്താണെന്ന് നോക്കാം. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈ വർഷത്തെ നെക്സ്റ്റ് ഇയറിലാണല്ലോ, ഈ വർഷം നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റുകയാണ്. സോ 2016 പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 1,44,000 ആണ്. സോ 1,44,000 നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതായത് ഡെബിറ്റ് ചെയ്തു മീൻസ് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആയതുകൊണ്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. അപ്പം നമ്മൾ ഇനി നമുക്ക് എഴുതാനുള്ളത് അസറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഗുഡ് വില്ല് ഓപ്പണിങ്ങിൽ 1 lakh ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ അതായത് 2015 1 lakhും 2016 80,000 ആണ്. വിച്ച് മീൻസ് 20,000 ഗുഡ് വില്ല് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ഗുഡ് വില്ല് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. സോ ഗുഡ് വിൽ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ 20,000 കാണിക്കുക, നോൺ ക്യാഷ് ഐറ്റം ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഡിപ്രീസിയേഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മളൊരു മെഷീൻ സോൾഡ് ചെയ്ത കേസ് നമ്മളോട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം മെഷീൻ സോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാം. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യും, ലോസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ട് വരയ്ക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 6 lakh ഡെബിറ്റ് ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് 6,60,000 ക്രെഡിറ്റ് ചെയ്തു. ദെൻ 45,000 ആണ് നമ്മൾ സെയിൽ ചെയ്ത അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ. അത് സെയിൽ ചെയ്യുന്നത് നമ്മൾ 36,000 സോ നമ്മൾ 45,000 എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിൽ ഈ 45,000 അസറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് അതിന് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരില്ല. സോ നമ്മളിവിടെ കാണിക്കുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ 45,000 അസറ്റ് നമ്മൾ 36,000 രൂപയ്ക്കാണ് സെയിൽ ചെയ്തത്. വിച്ച് മീൻസ് അവിടെ ഒരു ലോസ് ഉണ്ട് 9,000 റുപ്പീസിൻ്റെ. അതായത് 45,000 രൂപ വിലയുള്ള അസറ്റ് നമ്മൾ 36 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 9,000 രൂപ നഷ്ടമാണ്. സോ നഷ്ടമാകുമ്പോൾ അസറ്റിൽ നിന്ന് കുറഞ്ഞതായിട്ട് കാണിക്കുക. ബൈ പി ആൻഡ് അക്കൗണ്ട് 9,000 കാണിക്കുക. ബൈ ബാങ്ക് എന്നും പറഞ്ഞ് നമുക്ക് സെയിൽ ചെയ്തപ്പോൾ 36,000 റിസീവ് ചെയ്തു. സോ ബൈ ബാങ്ക് എന്നും പറഞ്ഞ് 36,000 കാണിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ ബാലൻസ് ചെയ്ത് ഡിപ്രീസിയേഷൻ ഉണ്ട്. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഒരു 20% ഓപ്പണിംഗ് ബാലൻസ് ആയ 6 lakhന്റെ 20% നമ്മളോട് ഡിപ്രീസിയേഷൻ ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് 6 lakhന്റെ 20% 1,20,000 അത്രയും കൂടെ ചെയ്ത് നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. സോ ഡെബിറ്റ് സൈഡിൽ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ വർഷം എന്തൊക്കെയോ പ്ലാന്റോ മെഷീനറിയോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടു ബാങ്ക് എന്നും പറഞ്ഞ് 2,25,000 കാണിക്കുക. അതാണ് നമ്മുടെ ബാലൻസ് ഫിഗർ.
അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് P&L അതായത് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെന്ന് നോക്കാം. നമുക്ക് ലോസ് ഉണ്ട്, ഒരു 9,000 റുപ്പീസിൻ്റെ ലോസ് ഉണ്ട്. സോ നോൺ ക്യാഷ് ഐറ്റം ആണ് ലോസ്. അപ്പോൾ ലോസ് നമുക്ക് ആഡ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആണ്. അതുകൊണ്ട് നമ്മൾ ആ 9,000 ആഡ് ചെയ്തു, 9,000 ആഡ് ബാക്ക് ചെയ്തു. ദെൻ നമുക്ക് സെയിൽ ചെയ്തപ്പോൾ ഈ വർഷം നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട് 1,20,000. 1,20,000 നോൺ ക്യാഷ് ഐറ്റം ആണ്. സോ ഡിപ്രീസിയേഷനും ആഡ് ബാക്ക് ചെയ്യാം 1,20,000. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് സെയിലോ പർച്ചേസോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാലൻസ് വരുന്ന എന്താണോ അത് നമ്മുടെ ഡിപ്രീസിയേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓപ്പണിംഗ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 7 lakh, ക്ലോസിങ്ങിൽ 6,50,000, വിച്ച് മീൻസ് അവിടെ നമുക്ക് എത്ര രൂപയുടെ 50,000 ആണ് ഡിപ്രീസിയേഷനായിട്ട് കാണിക്കുന്നത്. അത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ്, വിച്ച് മീൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ടു ഡിപ്രീസിയേഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 50,000 ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്ന ഐറ്റം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ 15,000 പ്രോഫിറ്റിലാണ് സെയിൽ ചെയ്യുന്നത്. പ്രോഫിറ്റ് നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. സോ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസിനെ നമ്മൾ ലെസ് ചെയ്ത് കളയും. സോ നമ്മൾ അതിൽ നിന്ന് 15,000 ലെസ് ചെയ്യുക. അങ്ങനെ ലെസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യുന്നത് 5,72,000 ആണ്. അതിൽ നിന്ന് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് നമുക്ക് ഫസ്റ്റ് കറണ്ട് അസറ്റിലേക്ക് പോവാം. കറണ്ട് അസറ്റായിട്ട് നമുക്കിവിടെ ഉള്ളത് സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഓപ്പണിങ്ങിൽ ഒരു 4 lakh ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ അത് 3,85,000 ആയി. വിച്ച് മീൻസ് നമ്മുടെ സ്റ്റോക്ക് അത്രയും കുറഞ്ഞു. സ്റ്റോക്ക് നമ്മൾ കുറയുമ്പോൾ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യണം. അതായത് ഓപ്പണിങ്ങിൽ 4 ലക്ഷം രൂപയുടെ അൺസോൾഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 3,85,000 അൺസോൾഡ് സ്റ്റോക്കേ ഉള്ളൂ. വിച്ച് മീൻസ് ആ 15,000 സ്റ്റോക്ക് നമ്മൾ ഈ വർഷം സെയിൽ ചെയ്തതാണ്. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നതുകൊണ്ട് ക്യാഷിൻ്റെ ഇൻഫ്ലോ അവിടെയുണ്ട്. സോ സ്റ്റോക്കിൻ്റെ 15,000 നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഡെറ്റർ നോക്കുക. ഡെറ്റേഴ്സ് നോക്കുമ്പോൾ ഓപ്പണിങ്ങിൽ 2,88,000 ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ അത് 4,15,000 ആയിട്ട് കൂടി. അതായത് നമ്മൾ നേരത്തെ 2,80,000 ഡെറ്റേഴ്സിന് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഈ ഇയർ ആയപ്പോഴത്തേക്ക് 4,15,000 കൂടെ കൊടുക്കണം. വിച്ച് മീൻസ് അവിടെ നമുക്ക് ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മുടെ കയ്യിൽ ഇനി അത് പെൻഡിങ് ആണ്. അതുകൊണ്ട് ഔട്ട്ഫ്ലോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ലെസ് ചെയ്തു, 1,27,000 ലെസ് ചെയ്തു. അത് കഴിഞ്ഞ് വരുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓപ്പണിങ്ങിൽ 15,000 ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 11,000 ആയി. ഓക്കെ, ഓപ്പണിങ്ങിൽ 15,000, ക്ലോസിങ്ങിൽ 11,000, വിച്ച് മീൻസ് നമുക്ക് ഓപ്പണിങ്ങിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് 15,000 കൊടുക്കണമായിരുന്നു. ബട്ട് 15,000 കൊടുത്തായിരുന്നു, ക്ലോസിങ്ങിൽ അത് 11,000 ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,000 എക്സ്പെൻസ് നമ്മൾ പേ ചെയ്തു. സോ നമ്മൾ എക്സ്പെൻസ് പേ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും കറണ്ട് അസറ്റ് കുറഞ്ഞു. കറണ്ട് അസറ്റ് കുറയുമ്പോൾ നമ്മൾ അതിനെ ആഡ് ചെയ്തു, 4,000 റുപ്പീസ് ആഡ് ചെയ്തു. നമ്മൾ ലയബിലിറ്റി നോക്കുമ്പോൾ ലയബിലിറ്റിയിൽ നമുക്ക് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് ഓപ്പണിങ്ങിൽ 1,85,000 ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 2,15,000 ഉണ്ട്. വിച്ച് മീൻസ് ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകുന്നുള്ള രീതി. കാരണം നമ്മൾ അത്രയും ക്യാഷ് സേവ് ചെയ്തല്ലോ. ഈ വർഷം നമ്മൾ ഇനി 30,000 രൂപയുടെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ് പയ്യെ കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ കൊടുത്തിട്ടില്ല. സോ പെട്ടെന്നൊരു ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സിനെ ആഡ് ചെയ്തു. അപ്പോൾ ഇത്ര നമ്മൾ ലെസ് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും 4,94,000. അതിൽ നിന്ന് നമ്മൾ ഈ വർഷം പേ ചെയ്ത ഇൻകം ടാക്സ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സിൻ്റെ പേയ്മെൻറ്റ് എത്രയാണെന്ന് അറിയില്ല. പക്ഷേ പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് പറയാം. സോ നമ്മൾ നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് 80,000 റുപ്പീസ് കാണിക്കുക. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 1,05,000 കാണിക്കുക. അതുകൂടാതെ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 96,000 ആണ്. സോ ബൈ P&L എന്ന് പറഞ്ഞ് 96,000 കാണിക്കുക. ദെൻ ബാലൻസ് ഫിഗർ വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ടു ബാങ്ക് എന്നും പറഞ്ഞ് ബാലൻസ് ഫിഗർ 71,000 കാണിക്കുക. ആ 71,000 ആണ് നമ്മൾ ഈ വർഷം പേ ചെയ്ത ഇൻകം ടാക്സ്. സോ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷനിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് ചെയ്ത് കളയുക 71,000.
ദെൻ നമുക്ക് കിട്ടുന്നത് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് 4,23,000. ഓക്കെ, അപ്പം നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കാം. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിനകത്ത് നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സോൾവ് ചെയ്ത കാര്യം നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എന്നാൽ മാത്രമാണ് എത്ര രൂപയ്ക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യുക 2,40,000, ക്ലോസിംഗ് ബാലൻസ് 2,20,000 ക്രെഡിറ്റ് ചെയ്യുക. പ്രോഫിറ്റിലാണ് സെയിൽ ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അസറ്റിൻ്റെ വാല്യൂ കൂടിയതായിട്ട് അതൊരു 15,000 കൂടെ കൂടിയതായിട്ട് കാണിക്കുന്നു. സോ ഡെബിറ്റ് ചെയ്യുന്നത് 15,000. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ഫിഗർ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് 35,000, വിച്ച് മീൻസ് സെയിൽ ചെയ്തത് നമ്മൾ 35,000 സെയിൽ ചെയ്തത്. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 35,000 നമുക്ക് റിസീവ് ചെയ്ത എമൗണ്ട് ആയതുകൊണ്ട് ആഡ് ചെയ്യുക. ദെൻ സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി സെയിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ട് വരച്ചപ്പോൾ കിട്ടിയിരുന്നു. പ്ലാന്റ് ആൻഡ് മെഷീനറി സെയിൽ ചെയ്തപ്പോൾ അക്കൗണ്ട് വരച്ചപ്പോഴല്ല, നമ്മുടെ സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട് 36,000 നമ്മൾ സെയിൽ ചെയ്യുന്നത്, അതും ആഡ് ചെയ്തു. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിൻ്റെ ബാലൻസ് നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് വന്നത്, വിച്ച് മീൻസ് പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് 2,25,000, അതും നമ്മൾ ലെസ് ചെയ്തു. കാരണം പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ നിന്ന് ക്യാഷ് പോകുന്നു. സോ നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ -1,54,000 ആണ്. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ആകെ 3 ഐറ്റം വരുന്നുള്ളൂ. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഫസ്റ്റ് ലൈബിലിറ്റി സൈഡ് തന്നെ ചെക്ക് ചെയ്യാം. ഷെയർ ക്യാപിറ്റലിന് ചേഞ്ചസ് ഒന്നുമില്ല. 10 lakh ഓപ്പണിങ്ങിലും 10 lakh ക്ലോസിങ്ങിലും ഉണ്ട്. ദെൻ പ്രിഫറൻസ് ഷെയർസ് നോക്കുമ്പോൾ 2 lakh ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, ക്ലോസിംഗ് ആയപ്പോൾ 3 lakh ആയി കൂടി, വിച്ച് മീൻസ് 1 lakh പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് റിസീവ് ചെയ്യാണ്. സോ ആ 1 lakh നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ജനറൽ റിസർവ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. സെക്യൂരിറ്റീസ് പ്രീമിയം നോക്കുമ്പോൾ ഓപ്പണിങ്ങിൽ പ്രീമിയം ഉണ്ടായിരുന്നില്ല, പക്ഷേ ക്ലോസിങ്ങിൽ 25,000 പ്രീമിയം വന്നിട്ടുണ്ട്. ആ പ്രീമിയം വന്നത് ചിലപ്പോൾ നമുക്ക് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും. പ്രീമിയം എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുകയാണ്, അതുകൊണ്ട് 25,000 നമുക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട് ആയതുകൊണ്ട് അതിനെ ആഡ് ചെയ്യുക. പിന്നെ വരുന്നത് നമ്മൾ ഡിബഞ്ചർ ചെക്ക് ചെയ്യുമ്പോൾ ഓപ്പണിങ്ങിൽ 5 lakh ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 3 lakh ആയി, വിച്ച് മീൻസ് 2 lakh ഡിബഞ്ചർ നമ്മൾ റിഡംഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, 2 lakh ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ 2 lakh അവിടെ കാണിക്കുക. ദെൻ ഡിവിഡൻഡ് പേ ചെയ്തത് എത്രയാണ്? നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 2015 നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്ത എമൗണ്ട് 2016 പേ ചെയ്യുക. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 1,36,000 നമ്മൾ ഈ വർഷം പേ ചെയ്തു. സോ 1,60,000 1,36,000 നമ്മൾ ലെസ് ചെയ്തു. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 33,000 നേരത്തെ കൊടുത്തിരുന്നു, അതിനെ നമ്മൾ ലെസ് ചെയ്യുക. നമ്മളിവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റിഡംഷൻ നടത്തുമ്പോൾ പ്രിഫറൻസ് ഷെയർസ് വർ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ ഓഫ് ക്യാഷ് ഡ്യൂറിങ് ദ ഇയർ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ അറ്റ് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കവിടെ ഫർദർ ഡീറ്റെയിലിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അസറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഞാൻ വിട്ടുപോയി കേട്ടോ, കണ്ടില്ല. പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് 20,000 തന്നിട്ടുണ്ട്. നമുക്ക് ഫുൾ ഡിബഞ്ചർ റിഡംഷൻ നടത്തിയത് 2 lakh ആണ്, കൂടെ ഒരു പ്രീമിയം ഉണ്ട് 20,000. അങ്ങനെ ടോട്ടൽ 2,20,000 ഡിബഞ്ചർ നമ്മൾ റിഡംഷൻ നടത്തിയിരിക്കുന്നത്. സോ 2 lakh അല്ല, ഡിബഞ്ചർ റിഡംഷൻ എന്ന് പറഞ്ഞ് 2,20,000 ലെസ് ചെയ്യുക. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് 1,36,000 ലെസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിനെ നമ്മൾ ലെസ് ചെയ്ത് കളയുക. സോ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് 2,64,000 നെഗറ്റീവ് കിട്ടി. ഇനി നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെയും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെയും ഫിനാൻസിങ് ആക്ടിവിറ്റീസിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5,000 ആണ് കിട്ടുക. 5,000 കൂടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആയ 88,000 ആഡ് ചെയ്യുക. അപ്പം നമുക്ക് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയ 93,000 റിസീവ് ചെയ്യും.
ഇത്രയാണ് നമ്മുടെ ഇല്ലുസ്ട്രേഷൻ 20 പറയുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും തന്നെ വരുന്നുണ്ട്. പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി ഇല്ലുസ്ട്രേഷൻ 21 നമ്മൾ ഇല്ലുസ്ട്രേഷൻ 19 നല്ല സാമ്യമുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് അത് വീണ്ടും പറഞ്ഞൊന്നും ബോറാക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ഇനി ഇല്ലുസ്ട്രേഷൻ 22 പോവുക. നമുക്ക് ഇല്ലുസ്ട്രേഷൻ 22 നോക്കുമ്പോൾ നമുക്കൊരു സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് 2 ഇയറിലെ. നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ചെക്ക് ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഇച്ചിരി ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Preference share capital was redeemed at a premium of 10%, partly out of the proceeds issue of 10,000 equity shares of ₹10 each, issued at 10% premium, and partly out of profit otherwise available for dividend. അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇവിടെ റിഡംഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എത്ര രൂപയുടെ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ പ്രീമിയത്തിനാണെന്ന് പറയുന്നുണ്ട് 10%. അപ്പോൾ എത്ര രൂപ ടോട്ടൽ നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഓപ്പണിങ്ങിൽ പ്രിഫറൻസ് ഷെയർസ് 4 lakh ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 2 lakh ഉള്ളൂ. വിച്ച് മീൻസ് 2 lakhൻ്റെ പ്രിഫറൻസ് ഷെയർസാണ് നമ്മൾ റെഡീം ചെയ്യുന്നത് അറ്റ് എ പ്രീമിയം ഓഫ് 10%. വിച്ച് മീൻസ് 20,000 പ്രീമിയം കൂടെ ടോട്ടൽ 2,20,000 പ്രിഫറൻസ് ഷെയർസാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ പാർട്ട്ലി എമൗണ്ട് 10,000 ഇക്വിറ്റി ഷെയർസ് 10 rupees അറ്റ് എ പ്രീമിയം ഓഫ് 10%. അതായത് 10,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപ എന്ന് പറയുമ്പോൾ 1,00,000, 1,00,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000, ടോട്ടൽ 1,10,000. അതായത് മൊത്തം 2,20,000 റിഡംഷൻ നടത്താനുള്ളതിൽ 1,10,000 നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്ത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ദെൻ ബാലൻസ് ഉള്ള 1,10,000 rupees നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് അതർവൈസ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്, ഡിവിഡൻറ്റിനല്ലാത്ത ബാക്കി എല്ലാ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ബാലൻസ് ഉള്ള 1,10,000 അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 2 lakh ആണ്. 20,000 എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയമാണ്. അപ്പോൾ പ്രീമിയം എമൗണ്ട് നമ്മൾ എപ്പോഴും ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് എടുക്കുകയുള്ളൂ. ആ ഒരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് 10,000 രൂപ പ്രീമിയം കിട്ടി. ഇനി റിമൈനിങ് 10,000 rupees നമ്മൾ ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. അതായത് 2015 40,000 ഉണ്ടായിരുന്നു, 2016 30,000 ആയെന്ന് പറയുമ്പോൾ ആ 10,000 നമ്മൾ ഈ പ്രൊസീഡ്സ് ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡംഷൻ നടത്താൻ വേണ്ടി എടുത്ത 10,000 ആണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ദെൻ ബാലൻസ് ഉള്ള 1 lakh, നോമിനൽ വാല്യൂ ആയ 1 lakh ആണ്. അത് നമുക്ക് 2 രീതിക്ക് ചെയ്യാം. ഒന്നെങ്കിൽ 80,000 നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. ദെൻ ബാലൻസ് 20,000 നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം. കാരണം ജനറൽ റിസർവ് ഓപ്പണിങ്ങിൽ 2 lakh, ക്ലോസിങ്ങിൽ 1,20,000 ആണ്. വിച്ച് മീൻസ് കുറയുവാണ് ജനറൽ റിസർവ്. സോ നമുക്ക് 80,000 ജനറൽ റിസർവിൽ നിന്ന് എടുത്തിട്ട് ബാലൻസ് ഉള്ള 20,000 പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം. പക്ഷെ ഞാൻ മറ്റൊരു രീതിയും കൂടെ നമുക്ക് ചെയ്യാം, കുറച്ചുകൂടി എളുപ്പം അതായിരിക്കാം. അതുകൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഫോമാണ്. നമുക്കിനിയുള്ള 1 lakh rupees ജനറൽ റിസർവ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസിൽ, അതായത് 2016 നമുക്ക് ജനറൽ റിസർവിൻ്റെ ബാലൻസ് 1,20,000 ആണ്. ആ 1,20,000 നിന്ന് നമുക്ക് 1 lakhൻ്റെ ഡിബഞ്ചർ റിഡംഷനേ ഉള്ളൂ. സോ 1 lakh അവിടെ നിന്ന് ടേക്കപ്പ് ചെയ്യുക, ബാക്കി 20,000 അവിടെ തന്നെ റിമെയിൻ ചെയ്യട്ടെ. ആ ഒരു കൺസിഡറേഷനാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്യാഷ് ഫ്ലോ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ദ കമ്പനി പർച്ചേസ്ഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫോർ ₹95,000. ഇറ്റ് വാസ് ഓൾസോ അക്വയർഡ് ദി അനദർ കമ്പനി സ്റ്റോക്ക് ₹25,000 ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി 1,05,000 ആൻഡ് പെയ്ഡ് ₹1,60,000 ഇൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫോർ ദ അക്വിസിഷൻ. അതായത് കമ്പനി ഒരു 95,000 പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു കമ്പനിയുടെ സ്റ്റോക്ക് 25,000 സ്റ്റോക്കും 1,05,000 പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ തിരിച്ച് പേയ്മെൻറ്റ് നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മുടെ കമ്പനിയിലെ ഷെയർസ് ആയിട്ടാണ് അവർക്ക് ഇഷ്യൂ ചെയ്തത്. അപ്പം നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴും വരുന്നത് ഗുഡ് വിൽ എന്ന് പറയുന്ന ഐറ്റമാണ്. നമുക്ക് നോക്കാം. 1,60,000 പേയ്മെൻ്റ് ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ 1,60,000 നിന്ന് നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കുള്ള 1,05,000 ലെസ് ചെയ്യുക, സ്റ്റോക്കിൻ്റെ ഉള്ള 25,000 ലെസ് ചെയ്യുക. അത്രയും ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനിയും ബാലൻസ് ഒരു 30,000 വരുന്നുണ്ട്. ആ 30,000 എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും അസറ്റ് വാങ്ങിയ കാര്യങ്ങളോ ഒന്നും നമ്മളോട്, അല്ലെങ്കിൽ ലൈബിലിറ്റി ടേക്ക് ചെയ്ത കാര്യം ഒന്നും നമ്മളോട് പറയുന്നില്ല.
വിച്ച് മീൻസ് ആ 30,000 എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്വില്ലാണ്, കമ്പനിയുടെ ഗുഡ്വില്ലാണ്. അതൊരു ഹിഡൻ ഐറ്റം ആണ്. അപ്പോൾ സോ ഗുഡ്വില്ല് നമ്മൾ ഗുഡ്വില്ലിൻ്റെ അക്കൗണ്ടിലേക്ക് നോക്കുമ്പോഴും അറിയാം 2015 ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ഇല്ല, പക്ഷെ 2016 30,000 ഗുഡ്വില്ല് തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒരു ഹിഡൻ ഐറ്റം ആയിട്ട് വരുന്നത്. ദെൻ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ലോസ് 1,600 റെപ്രസെൻറ്റ് ലോസ് ഇൻ വാല്യൂ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആയതുകൊണ്ട് ആഡ് ബാക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ ക്ലോസിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്താലും മതി. കാരണം ലോസ് ആയതുകൊണ്ട് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കത് ആൻസർ ചെയ്ത് വരുമ്പോൾ കിട്ടും. ദെൻ കമ്പനി പെയ്ഡ് ടാക്സ് ഓഫ് റുപ്പീസ് 1,40,000 ടാക്സ് നമ്മുടെ കമ്പനി പേ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനകത്ത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുമ്പോൾ ഓപ്പണിങ്ങിൽ പ്രോഫിറ്റ് എത്രയുണ്ടായിരുന്നു? ഓപ്പണിങ്ങിൽ പ്രോഫിറ്റ് 1,30,000, ക്ലോസിങ്ങിൽ 1,75,000. 1,30,000 1,75,000 ഉണ്ടായിരുന്നു. ഓക്കെ, വിച്ച് മീൻസ് 45,000 റിസർവ് നമുക്ക് അവിടെ കൂടി. അപ്പോൾ റിസർവിൻ്റെ 45,000 അവിടെ കാണിക്കുക. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവരിവിടെ 4,45,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടും. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിൽ 45,000 എന്താണ് പ്രോഫിറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്തു. സോ 45,000 അവിടെ കാണിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ലയബിലിറ്റി സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ജനറൽ റിസർവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ജനറൽ റിസർവിൻ്റെ ഈ ഇയറിൽ 2016 1,20,000 1 lakh നമ്മൾ പ്രിഫറൻസ് ഷെയർസിന് റിഡംഷനായിട്ട് കാണിച്ചു. വിച്ച് മീൻസ് 20,000 മാത്രമാണ് നമ്മൾ ഈ ഇയറിൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. സോ ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞാൽ 20,000 അവിടെ കാണിക്കുക. ഓക്കെ, ദെൻ വരുന്നത് നമ്മൾ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈ ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുക. സോ 2016 പ്രപ്പോസ്ഡ് ഡിവിഡൻഡായ 2,10,000 ഈ ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്തു. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സ് നമുക്കിവിടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സിൻ്റെ പേയ്മെൻറ്റ് ഒരു 1,40,000 ഉണ്ടെന്ന് ഫോർത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുക 1,50,000, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യുക 1,80,000. പേ ചെയ്തതായതുകൊണ്ട് ബാങ്ക് എന്നും പറഞ്ഞ് പെയ്ഡ് എന്നും പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ പ്രൊവിഷൻ കുറയുന്നതുകൊണ്ടാണ് നമ്മൾ അതിന് ഡെബിറ്റ് ചെയ്യുന്നത് 1,40,000. ദെൻ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നത്. അത് P&L എന്നും പറഞ്ഞ് ആ ബാലൻസ് ഫിഗർ 1,70,000 കിട്ടും. അപ്പോൾ നമ്മൾ ഈ P&L അക്കൗണ്ടിൽ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് 1,70,000 ആണ്. സോ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞ് 1,70,000 ആഡ് ബാക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അസറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ടായിരുന്നു. ഓപ്പണിങ്ങിൽ 40,000 ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 20,000 ഉണ്ട്. വിച്ച് മീൻസ് ആ 20,000 പ്രിലിമിനറി എക്സ്പെൻസ് കുറഞ്ഞു. അത് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. സോ ആ 20,000 കൂടെ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഫോറിൻ എക്സ്ചേഞ്ച് ലോസ് ഉണ്ട്. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു 1,600 ലോസ് ആയതുകൊണ്ട് നോൺ ക്യാഷ് ഐറ്റം ആയതുകൊണ്ട് ആഡ് ചെയ്യുക 1,600. അതിനുശേഷം നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ട് വരച്ച് നോക്കാം. കാരണം ഡിപ്രീസിയേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. വേറെ ഫർദർ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓപ്പണിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഡെബിറ്റ് ചെയ്യുക 7 lakhന്, ക്ലോസിംഗ് ആയ 8,20,000 ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വർഷം പർച്ചേസ് ചെയ്തെന്ന് പറയുന്ന 95,000 ഡെബിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഷെയർസ് ആയിട്ടും പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു 1,05,000 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടു ഷെയർസ് എന്ന് പറഞ്ഞാൽ 1,05,000 ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത്. ആ ബാലൻസ് ഫിഗർ എന്നുള്ളത് ഡിപ്രീസിയേഷൻ ആയിരിക്കും 80,000. സോ ബാലൻസ് ഫിഗർ 80,000 കിട്ടി. അപ്പോൾ ആ 80,000 എന്നിട്ട് നമ്മൾ നേരെ നോൺ ക്യാഷ് ആയിട്ട് ആയതുകൊണ്ട് 80,000 കൂടെ ആഡ് ചെയ്യുക. ഇത്രേ വരുന്നുള്ളൂ P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 5,46,400 കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ
ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ ഈ വർഷം നമ്മൾ മറ്റ് കമ്പനിയുടെ സ്റ്റോക്ക്. ഓക്കെ, നമുക്ക് അടുത്തത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ചെയ്യുമ്പോൾ ഓപ്പണിങ്ങിൽ വർക്കിംഗ് ക്യാപിറ്റൽ 9,10,000 ഉണ്ടായിരുന്നു. ക്ലോസിങ്ങിൽ 11,41,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 11,41,000 എന്നുള്ളതിൻ്റെ വാല്യൂവിൽ നമ്മൾ മറ്റൊരു കമ്പനിയുടെ 25,000 റുപ്പീസിൻ്റെ സ്റ്റോക്ക് നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ട്. സോ ആ വാല്യൂ കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ട് 11,40,000, കാരണം അവിടെ നമുക്ക് ക്യാഷിൻ്റെ ഫ്ലോ ഒന്നും വരുന്നില്ല. നമ്മൾ സ്റ്റോക്ക് വാങ്ങി തിരിച്ച് നമ്മൾ കൊടുക്കുന്നത് ഷെയർസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 11,41,000 നിന്ന് നമ്മുടെ ക്യാഷ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ആ 25,000 വാല്യൂ ലെസ് ചെയ്യുക. സോ 11,41,000 കയ്യിൽ 41 നിന്ന് 25,000 ലെസ് ചെയ്യുമ്പോൾ 11,16,000 ഉണ്ട്. അതാണ് നമ്മുടെ ക്ലോസിങ് കറണ്ട് അസറ്റ്. അപ്പോൾ ഓപ്പണിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ക്ലോസിങ് കറണ്ട് അസറ്റ് കൂടി. കറണ്ട് അസറ്റ്സ് കൂടുമ്പോൾ നമുക്കിനി അൺസോൾഡ് ആയിട്ട് ഐറ്റംസ് ഇരിക്കുകയാണ്. സോ ഇൻഫ്ലോ ഓഫ് ക്യാഷ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്കതിനെ ലെസ് ചെയ്ത് കളയാം. 2,06,000 റുപ്പീസിന് ലെസ് ചെയ്യാം. ഇനി നമുക്ക് വേറെ കറണ്ട് അസറ്റ് ഇല്ല. നമുക്ക് നേരെ കറണ്ട് ലയബിലിറ്റി നോക്കുമ്പോൾ ഓപ്പണിങ്ങിൽ 6,40,000 ഉണ്ടായിരുന്നു. ക്ലോസിങ്ങിൽ അത് 9 lakh ആയി. വിച്ച് മീൻസ് 2,60,000 കറണ്ട് ലയബിലിറ്റി നമ്മുടെ ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ അത്രയും ക്യാഷ് സേവ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ആ 2,60,000 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാഷ് ബിഫോർ ടാക്സ് കിട്ടും 6,600. അതിൽ നിന്ന് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ടും വരച്ചിട്ട് നമ്മളൊരു ടാക്സ് പെയ്ഡ് നമ്മൾ കിട്ടിയായിരുന്നല്ലോ. അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലും തന്നായിരുന്നല്ലോ. ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കമ്പനി പെയ്ഡ് ടാക്സ് ഓഫ് റുപ്പീസ് 1,40,000. സോ ഇൻകം ടാക്സ് പേ ചെയ്ത 1,40,000 കൂടെ കാണിക്കുമ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ടോട്ടൽ നമുക്ക് കിട്ടും. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 4,60,600 കിട്ടി. അതിൽ നിന്ന് നമ്മളിനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുക. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടിയ ഡെബിറ്റ് സൈഡിലാണ്. അത് പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് 95,000. അത് ലെസ് ചെയ്യുക. ദെൻ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് 80,000. അത് നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ -1,75,000 ആണ് വരിക. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് നോക്കാം. ഫിനാൻസിങ് ആക്ടിവിറ്റി നോക്കുമ്പോൾ നമ്മൾ പ്രിഫറൻസ് ഷെയർസിന് റിഡംഷൻ നടത്തിയിട്ടുണ്ട് 2,20,000. സോ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ 2,20,000 ലെസ് ചെയ്യുക. പിന്നെ നമ്മൾ ഡിബഞ്ചർ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർസ് റൈസ് ചെയ്തിട്ടുണ്ട് ഒരു 1,10,000 ഇൻക്ലൂഡിങ് പ്രീമിയം. സോ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ 1,10,000 കൂടെ കാണിക്കുക, ആഡ് ചെയ്യുക. കാരണം നമുക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട് ആണല്ലോ. പിന്നെ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് നമുക്ക് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 1,60,000 2015 നമ്മൾ പേ ചെയ്യുന്നത് 2016 സോ 1,60,000 പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിട്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് കിട്ടും. എത്രയാണ്? -2,70,000 ആണ്. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഫിനാൻസിങ് ആക്ടിവിറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 15,600 ആണ്. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ക്യാഷ് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് ക്യാഷ് 1 lakh ആണ്. അതിൻ്റെ കൂടെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഇസ് ഇക്വലൻറ്റ് ടു ക്യാഷ് ആണ്. അതുകൊണ്ട് ആ 50,000 കൂടെ ആഡ് ചെയ്യുക, 1,50,000. അപ്പോൾ 1,50,000 കൂടെ 15,600 കൂടെ ആഡ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് 1,65,600 കിട്ടും. ആ 1,65,600 എന്ന് പറയുന്നത് നമ്മുടെ 2016 ക്യാഷ് ബാലൻസ് ആയ 80,000 ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയ 84,000 ഓക്കെ 84,000 അതിൻ്റെ കൂടെ നമ്മുടെ ഷോർട്ട് ടൈം ലോസ് ആയിട്ടുള്ള 1,600 ഫോറിൻ എക്സ്ചേഞ്ച് ലോസും കൂടെ ആഡ് ചെയ്ത എമൗണ്ടാണ് അത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാഷ് ഫ്ലോയുടെ പ്രോബ്ലംസ്. കുറച്ച് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഈ പ്രോബ്ലംസ് തറവായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് ഇനി ഒരു എക്സാം ചോദിക്കുമ്പോഴും ഈ ഒരു പ്രോബ്ലം കണ്ടാലെങ്കിൽ നമുക്ക് മനസ്സിലാവാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ആവണം. സോ നന്നായി പഠിക്കുക. ഒരു 100% ഡെഡിക്കേഷൻ ഇട്ട് തന്നെ പഠിക്കുക. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.